ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തോട് ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്രദാസൻ പാസ്റ്റർ അനീഷ് ജെ കരിഞ്ഞാൽ, ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച എന്റെ വാത്സല്യ ഞാൻ ബഹുമാനിക്കുന്ന പ്രിയ ആന്റി അന്നമ്മ ആന്റി, സംഗീത ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ജോയ് സാറ്, പ്രാർത്ഥനയിൽ സഹകരിച്ച പ്രാർത്ഥന ഏറ്റെടുത്ത് നടത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇന്ന് ഈ ഡിവൈസിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യരായ കർത്തൃദാസന്മാർ, അവരുടെ കുടുംബം, സഹോദരി സഹോദരന്മാർ, പല രാജ്യങ്ങളിലായി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഞാൻ ഈ മീറ്റിംഗിൽ വചനം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അന്നും എന്നെ പ്രിയ അന്നമ്മയാന്റിയാണ് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് ഗാന ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസൻ ജോയ് സാറിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് ദേവദാസനെ പരിചയപ്പെടുവാന് എന്റെ ജീവിതത്തിൽ അവസരം ദൈവം തന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് കൂട്ടായ്മ ആചരിപ്പാൻ, ദൈവിക സ്നേഹബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചു. പരിചയപ്പെട്ട നാളു മുതൽ ഇതുവരെയും അദ്ദേഹത്തെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, ജോലിയെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആഴമായ കടപ്പാടും സ്നേഹവും നന്ദിയും ആ ദേവദാസനോട് എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ പകൽക്കാലം, ഈ 2025 ആഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ മലയാളികളുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച ദിവസമാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് ദൈവമക്കൾ, ദൈവദാസന്മാർ സഭയായിട്ട് അനേക സുവിശേഷ പ്രോഗ്രാമുകള്, റാലികള്, പരസ്യയോഗങ്ങളൊക്കെയും നടത്തുവാന് കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ്. എല്ലാ വർഷങ്ങളും അങ്ങനെ നടത്തുന്നതാണ്. കഴിഞ്ഞ വർഷം ഞാനും ഒരുപാട് സ്ഥലങ്ങളില് പരസ്യയോഗത്തിനായിട്ട് കടന്നുപോയി. എന്നാൽ ഈ വർഷം അതിന് ഞങ്ങൾക്ക് ചർച്ചില് പൊതു മീറ്റിംഗ് ഉള്ളതിനാൽ കടന്നു പോകുവാൻ സാധിച്ചില്ല. കേരളത്തിൽ മഴയാണ്. കാലാവസ്ഥയൊക്കെ അനുകൂലമാകട്ടെ. ഇന്ന് കടന്നു പോകുന്ന ദൈവമക്കളോടുകൂടെ ദൈവ സാന്നിധ്യവും കൃപയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നടത്തട്ടെ. ഈ പകൽക്കാലം തിരുവചനത്തിന് മുമ്പിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. എനിക്ക് അനുവദിച്ചു തന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇരുന്നു കൊള്ളാം. വളരെ ചെറിയ ഒരു ചിന്ത, വളരെ ശാന്തമായിട്ട് ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവചനത്തിൽ നിന്ന് അതിന് ആധാരമായ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ന്റെ 4-ാം വാക്യം. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അതിന്റെ 5-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം കൂടെ വായിക്കുന്നു. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെയും അനേക പ്രസംഗങ്ങൾ നമ്മൾ ചെയ്യുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ആഴമേറിയ കർത്താവിന്റെ വചനം എത്ര കേട്ടാലും അത് പുതുമയാണ്, എന്നിട്ടാലും അത് പുതുമയുള്ളതാണ്. എന്നാൽ വളരെ ഉണർവ് പ്രസംഗങ്ങള് ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഈ ദിവസങ്ങളിൽ വളരെ ആഴമായി ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ് 25-ാം സങ്കീർത്തനം, അതിന്റെ 4-ാം വാക്യം. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. ആമേൻ. ഇതിന്റെ പ്രാരംഭ ഭാഗത്തിൽ കാണുന്നു ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ദാവീദ് അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. വളരെ ആഴമായ, വളരെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഭക്തന്റെ ഒരു കരച്ചിലാണ് ഈ സങ്കീർത്തനം 25-ൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ വായിക്കുമ്പോൾ വഴി പറയുക, ഇൻ യുവർ വേ, 3 പദങ്ങളാണ് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഷോ മീ യുവർ വേസ്. അടുത്തതായിട്ട് കാണുന്നത് ഗൈഡ് മീ അല്ലെങ്കിൽ ലീഡ് മീ ഇൻ യുവർ പാത്ത്. അടുത്തത് കാണുന്നത് ടീച്ച് മീ ഇൻ യുവർ ട്രൂത്ത്. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി
പഠിപ്പിക്കണമേ. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ഈ ദിവസങ്ങളിൽ നമ്മളും വളരെ പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപാട് സമയങ്ങള്, ഹല്ലേലൂയ, ഒരുപാട് നേരങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ച് പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് കരയുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഭൂരിഭാഗവും സമയവും, അല്ലെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മളുടെ ഭൗതിക വിഷയങ്ങളാണ്, ഭൗതിക അനുഗ്രഹങ്ങളാണ്, തലമുറകളുടെ വിടുതലാണ്. ഇതൊക്കെയുമാണ് നമ്മൾ കൂടുതലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് നമ്മളുടേതായ ഒരു രീതിയാണ്, മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ ഭക്തനായ ദാവീദ് ഇവിടെ പറയുകയാണ്, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. ആമേൻ. നമ്മൾ എത്ര പേർ ഇപ്രകാരം പ്രാർത്ഥിക്കും? കർത്താവേ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. ആമേൻ. നമുക്ക് വഴി അറിയാവുന്നവരാണ്, നമുക്ക് നമ്മുടേതായ വഴികളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യഹോവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, ആ വഴിയിൽ കൂടെ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞാല്, ആമേൻ, ദൈവത്തിന്റെ വഴി ഒന്ന് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞാല്, നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതൊന്നുകൂടെ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഒരു വഴി കാണിച്ചു തരണമേ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാൽ, കർത്താവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാല്, തീർച്ചയായിട്ടും കർത്താവിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് കടന്നു ചെന്നാല്, ആമേൻ, കർത്താവിന്റെ ഇഷ്ടം എന്താണ്, ആ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണ്, ആ ഹൃദയത്തിന്റെ ഉദ്ദേശം എന്താണ്, ഹല്ലേലൂയ, അങ്ങയുടെ ഇഷ്ടം എന്താണെന്നാണ് വഴി നമ്മളെ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ആമേൻ. കർത്താവിന്റെ വഴി അറിഞ്ഞാൽ മാത്രമേ, കർത്താവിന്റെ ഹൃദയം അറിഞ്ഞാൽ മാത്രമേ, കർത്താവിന്റെ ഉദ്ദേശം അറിഞ്ഞാൽ മാത്രമേ കർത്താവിന്റെ വഴിയിൽ നമുക്ക് നടക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളൊരു ഹാനോക്കിനെ കാണുന്നുണ്ട്. ഹാനോക്കിനെ പറ്റി പറയുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദീർഘവർഷങ്ങൾ. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ, ദൈവത്തിന്റെ വഴിയും ആ നടക്കുന്നവരുടെ വഴിയും ഒന്നായിരിക്കണം. അതായത് അവരുടെ ഹൃദയം ഒന്നായിരിക്കണം. വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നു, രണ്ടുപേർ ഒന്നിച്ചല്ലാതെ, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വഴി നമ്മളെ അറിയിക്കണമേ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ഇഷ്ടം, ആമേൻ, നമ്മളെ അറിയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വഴി മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ വഴിയുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. വഴിയിൽ കൂടെ നമ്മൾക്കും ദൈവത്തെ ഒരുമിച്ച് നടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യഹോവേ നിന്റെ വഴികളെ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. പലപ്പോഴും നമുക്ക് നമ്മുടേതായ വഴികളുണ്ട്, കുറുക്കു ശ്രമിക്കുന്ന നിന്റെ ഹൃദയമേ അത് മാറ്റിയായും പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ദാവീദ് ദൈവമേ ഹാവിന്റെ അടുക്കൽ
യോട് സ്തോത്രം. അല്ലാതെ ആരും ഗൈഡ് മീ ഇൻ യുവർ പാത്ത്. ഹല്ലേലൂയ. നിന്റെ നയിക്കണം. ഭക്തൻ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തന്നാൽ പോരാ, പിന്നെയോ അതിൽ കൂടെ നടക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. ആ സത്യത്തിൽ കൂടെ, ആ പാതയിൽ കൂടെ നടക്കണം. കർത്താവിന്റെ വഴി പോരാ, കർത്താവിന്റെ ഹൃദയം അറിഞ്ഞാൽ പോരാ. ഹല്ലേലൂയ. കർത്താവിന്റെ ഇഷ്ടം പിന്നെ എന്തോ ചെയ്യണം? വളരുവാന് സ്വർഗം സഹായിക്കണം. അതിന് കർത്താവിന്റെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മൾക്ക് തന്നെ ഹല്ലേലൂയ അവിടെ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 107 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. സ്വയമായിട്ട് എത്തിയതല്ല, ദൈവം എത്തിച്ചതാണ്. ആമേൻ. ആ സത്യത്തിൽ കൂടെ നമ്മളെ നടത്തുവാന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും. ആ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് കടന്നു വന്നാല് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. സ്തോത്രം. നമ്മൾക്ക് ആ സത്യത്തിൽ നടക്കണമെങ്കിൽ, ആ കർത്താവിന്റെ വഴി അറിയണമെങ്കിൽ, ആമേൻ, സകല സത്യത്തിലും വഴി നടത്തുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണം. ആ കാര്യസ്ഥനായ ആ പരിശുദ്ധാത്മാവ് എന്ത് കാണിച്ചു തരുന്നുവോ, ആ കാര്യസ്ഥൻ നമ്മൾക്ക് വേണ്ടി എന്ത് ക്രമപ്പെടുത്തി തരുന്നുവോ, ആ വഴികളിൽ കൂടെ, ആ സത്യത്തിൽ കൂടെ നമ്മൾ നടന്നാൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ സ്വയത്വം, നമ്മുടേതായ എല്ലാ കഴിവുകളും, നമ്മുടേതായ എല്ലാ ജ്ഞാനങ്ങളും മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ, ആമേൻ, ആ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച്, ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി കർത്താവിന്റെ വഴികളെ അറിഞ്ഞ് കർത്താവിന്റെ സത്യത്തിൽ നമുക്ക് നടന്നു പോകുവാനായിട്ട്, ആ സത്യത്തിൽ നമുക്ക് തുടരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ദിവസം വഴി എന്നെ അറിയിച്ച് നിന്റെ സത്യത്തിൽ എന്നെ നടത്തണം. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്, കർത്താവെ എന്റെ വഴി ഇതാണ്, ഞാൻ ഇതിലെ പോകുന്നു, നീ എന്റെ കൂടെ വരണം, എന്റെ വഴിയിൽ നീ വരണം. നമ്മളെല്ലാവരും അതാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവെ എന്നെ അറിയിച്ച് അതിലെന്നെ നയിച്ച് അതിൽ നടക്കുവാൻ നിന്റെ കരം എന്നെ ഒന്ന് പിടിച്ച്, ഹല്ലേലൂയ, ആ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ആ കർത്താവിന്റെ കരത്തിൽ ഒന്ന് പിടിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്ന ജയകരമായ ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മോശ പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം, നീ എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. ആമേൻ. സ്വയമായിട്ട് നമ്മൾക്കൊന്നും ചെയ്യുവാനോ, ആമേൻ, ഒരു ക്രിസ്തീയ ജീവിതം ജയകരമായി നയിക്കുവാനോ, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനോ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളില് കർത്താവിന്റെ വഴി അറിഞ്ഞ്, കർത്താവിന്റെ ഹിതം അറിഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, മുൻപോട്ട് പോകുവാൻ, അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അതിന്റെ 5-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. സ്തോത്രം. ടീച്ച് മീ ഇൻ യുവർ ട്രൂത്ത്. ഹല്ലേലൂയ. കർത്താവിന്റെ സത്യത്തില് നമ്മളെ നടത്തണം. ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നമ്മുടെ കർത്താവാണ് സത്യം. ഹല്ലേലൂയ. ആ സത്യം അറിയണം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്കില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ മക്കളെ നോക്കിയാല്, എല്ലാ കുടുംബത്തിലെയും തലമുറകളെ നോക്കിയാല്, കുടുംബങ്ങളെ നോക്കിയാല് സത്യം നഷ്ടപ്പെട്ട്, ആമേൻ, അവരുടേതായ ലാഭത്തിനു വേണ്ടി, സ്വന്തം ആവശ്യത്തിനു വേണ്ടി സത്യത്തെ എത്രമാത്രം വളച്ചൊടിക്കാമോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ സുവിശേഷം വായിച്ചപ്പോൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ മഹാപുരോഹിതന്മാര് അവിടെ കാവൽ നിൽക്കുന്നവർക്ക് കാശ് കൊടുത്തിട്ട് അവന്റെ ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചതാണെന്നുള്ള ഒരു കള്ളം അവിടെ പ്രചരിപ്പിക്കുവാനും, ആ കള്ളം ഇന്ന് വരെ അങ്ങനെ പറഞ്ഞു വരുവാനും ഇടയായിത്തീരുന്നു. ദൈവമക്കളെ, കാശ് കൊടുത്ത് സത്യത്തെ ഒതുക്കുക. ആമേൻ.
സത്യം ഒന്നേ ഉള്ളൂ. ഹാലേലുയ. കള്ളത്തരങ്ങൾ പലതുണ്ടാകാം. ഹാലേലുയ. സത്യം ഒന്നേ ഉള്ളൂ. ആമേൻ. കഥകൾ പലതുണ്ടാകാം, കഥകൾ പലതുണ്ടാക്കാം. എന്നാൽ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. സത്യം ഒന്നേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ കൂടെ ആമേൻ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. ഈ ദിവസങ്ങളിൽ, ഈ വർഷത്തെ കൊണ്ട് നിറഞ്ഞ ലോകത്തില് ആമേൻ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തില് നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. കർത്താവിന്റെ വഴി നമ്മൾ അറിയണം. ഹല്ലേലൂയ. കർത്താവിന്റെ പാതയിൽ നമ്മൾ നടക്കണം. കർത്താവിന്റെ സത്യത്തിൽ നമ്മൾ നടക്കണം. എന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഹല്ലേലൂയ നമ്മൾക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാം. കർത്താവിന് കീഴ്പ്പെടാം. ഹല്ലേലൂയ. ആമേ. നന്ദിയോട് സ്തോത്രം. സത്യമുള്ളവരായി കർത്താവിന്റെ വഴികളെ പ്രമാണിക്കുന്നവരായി ഹാലേലുയ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ, സഹായിക്കട്ടെ. ഹാലേലുയ. എന്നാലേ ഈ കർത്താവിന്റെ വഴി എങ്ങനെ അറിയാൻ പറ്റും? ഈ കർത്താവിന്റെ വഴി ആർക്കും മനസ്സിലാക്കുവാൻ പറ്റും? ഹാലേലുയ. ഈ 25-ാം സങ്കീർത്തനത്തിൽ തന്നെ അതിന്റെ മറുപടിയുണ്ട്. ആമേൻ. സ്തോത്രം. അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഹാലേലുയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നവനാണ്. പക്ഷെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. ആമേൻ. യഹോവ ഭക്തനായ പുരുഷനാർ. ഒരു യഹോവ ഭക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. തന്റെ വഴി കാണിച്ചു കൊടുക്കുന്നത്. ആമേൻ. നമ്മൾ ഭക്തിയോടെ ജീവിക്കണം. മുമ്പേ ഞാൻ വന്നതുപോലെ ചുറ്റുപാടുകളെ നോക്കിയാല് വഷളത്വമാണ്, കള്ളത്തരങ്ങളാണ്, സത്യമില്ലായ്മയാണ്, കർത്താവിന്റെ വഴി ഇല്ലായ്മയാണ്. പക്ഷെ അതിന്റെ നടുവില് യഹോവ ഭക്തിയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നോഹയെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ തന്റെ തലമുറയില് നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. ആമേൻ. വളരെ വഷളത്വം നിറഞ്ഞൊരു കാലമായിരുന്നു നോഹയുടെ കാലം. എന്നാല് നോഹ തന്റെ തലമുറയില് നീതിമാനും നിഷ്കളങ്കനുമായിരുന്നത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? അതുവരെ ഇല്ലാതിരുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം മോശയോട് നോഹയോട് അരുളി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ വഴി ഹല്ലേലൂയ നോഹയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. സ്തോത്രം. അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു സംഭവം, നാളെ ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവം, തന്റെ ജീവരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള തന്റെ ഹൃദയം, ആ ദൈവത്തിന്റെ ആ ഹൃദയം, അതിന്റെ ആ പൂർണ്ണത ഹല്ലേലൂയ നോഹയ്ക്ക് യഹോവയായ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. യഹോവ ഭക്തനായ പുരുഷനാർ ഭക്തിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. ദാവീദ് പ്രാർത്ഥിച്ചു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു വല്ലാത്ത കാലം. തീർച്ചയായിട്ടും കുടുംബത്തിൽ സ്വസ്ഥതയില്ല, കുടുംബത്തിൽ ചേർച്ചയില്ല, കുടുംബത്തിൽ ദൈവഭയമില്ല, സഭയിൽ ദൈവഭയമില്ല, ദൈവത്തിന് സ്ഥാനമില്ല. ഹല്ലേലൂയ. ദൈവവചനത്തിന് പ്രാധാന്യമില്ല. ഹല്ലേലൂയ. ദുരുപദേശങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലയളവില് ആമേൻ. സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം നടത്തിക്കൊണ്ട് വചനത്തിന് പ്രാധാന്യമില്ലാത്തത് ഈ കാലത്തില്. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. പ്രിയമുള്ളവരെ, ഈ പത്യവചനത്തെ ഹാലേലൂയ, ഈ സത്യവചനത്തെ അതിന്റെ സത്യമായി ഗ്രഹിക്കുവാൻ അവസരം ലഭിച്ച ഒരു തലമുറയാണ് നമ്മള്. തീർച്ചയായിട്ടും ഹാലേലൂയ. എന്നാൽ അത് കളയാതെ ആമേൻ ആ ഭക്തിയോടെ ഹാലേലൂയ കർത്താവിന്റെ സന്നിധിയിലെ ഭക്തി എന്ന് പറയുമ്പോൾ ആമേൻ ഹാലേലൂയ അത് പുറമേയുള്ള പ്രകടനമല്ല. ആമേൻ. ആ ഭക്തിയിൽ ദൈവഭയമുണ്ട്, ദൈവത്തോടുള്ള അനുസരണമുണ്ട്, ദൈവത്തോടുള്ള സ്നേഹമുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് പിന്നെയും എടുത്തു പറയുന്നു, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്തിൽ മോഹത്താലുള്ള കളങ്കം പറ്റാത്തതും. അതായിരിക്കണം ഒരു യഹോവ ഭക്തിയുടെ ലക്ഷണം. ഹല്ലേലൂയ. ലോകമോഹം, കൺമോഹം, ജഡമോഹം ഇവയൊക്കെയും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വരുമ്പോൾ അതിലുള്ള മാലിന്യം നമ്മളിൽ ഏശാതെ, ലോകത്തിന്റെ മോഹങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ ഇടയാകാതെ
ഹല്ലേലൂയ. യഹോവ ഭക്തിയോടെ ജീവിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് തന്റെ വഴി കാണിച്ചു തരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് കടന്നു പോകട്ടെ. അതിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ആമേൻ, സ്തോത്രം. രണ്ടാമത് കർത്താവ് വഴി കാണിച്ചു കൊടുക്കുന്നത് സൗമ്യതയുള്ളവർക്കാണ്. ആമേൻ. ഒന്നാമത് കണ്ടു, യഹോവ ഭക്തനായവന് തന്റെ വഴി കാണിച്ചു കൊടുക്കും. 9-ാം വാക്യത്തിൽ പറയുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ആമേൻ. നമ്മൾ ദൈവമക്കളാണ്, ലോകം വായിക്കുന്ന പത്രമാണ്, ക്രിസ്തുവിന്റെ സാക്ഷികളാണ്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ആമേൻ. നമ്മൾ എങ്ങനെയായിരിക്കണം? സൗമ്യതയുടെ ആത്മാവിൽ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് സൗമ്യത. ഹല്ലേലൂയ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ തന്റെ കൃപ നൽകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ സൗമ്യതയുള്ളവരായി, സാവധാനതയുള്ളവരായി, മറ്റുള്ളവര് നമ്മളെ കാണുമ്പോൾ കർത്താവിന്റെ ഭാവം നമ്മളിൽ ഉള്ളവരായി, ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടതാണ്, ഒരുപാട് വചനം വായിച്ചതാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ ആ ദൈവത്തിന്റെ വചനം, ആ ദൈവ വചനവുമായി ഹല്ലേലൂയ ഉൾക്കൊള്ളുവാൻ, അത് പ്രമാണിക്കുവാൻ, സൗമ്യതയുടെ ആത്മാവിൽ നടക്കുവാൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കണം. അതിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം, അതിനായി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 8-ാം വാക്യത്തില് ഇപ്രകാരം കാണുന്നു, മൂന്നാമതായിട്ട്, യഹോവ നല്ലവനും നേരുന്നു പാപികൾക്ക്. ആമേൻ. മൂന്നാം കർത്താവ് നേർവഴി കാണിക്കുന്നത് പാപികളെ നേർവഴി കാണിക്കും. ഓ സ്തോത്രം. വഴി കാണിക്കുന്ന നമ്മൾക്കത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. യഹോവ ഭക്തനെ, സൗമ്യതയുള്ളവരെ, അവരെ തന്റെ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ഈ കർത്താവ് പാപികളെ നേർവഴി കാണിക്കുമോ? ആരാണ് ദൈവമക്കളെ പാപികള്? നേരായ വഴി വിട്ട് തെറ്റായ വഴിയിൽ കൂടി നടക്കുന്നവരാണ് പാപികള്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആ പാപികളെ നേർവഴി കാണിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്കെന്തോ ഒരു അരോചകത്വം തോന്നുമായിരിക്കും. പാപികളെ ദൈവം നേർവഴി കാണിക്കുന്നു. എന്നാൽ വചനം പറയുന്നു, ആമേൻ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ആമേൻ കൊള്ളരുതാത്തവരായി, ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപികളായിട്ടാണ് ജനിക്കുന്നത്. ആമേൻ, പാപികളായിട്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാപത്തിന്റെ സ്വഭാവം പല മനുഷ്യരിലും പലപ്പോഴും പ്രകടമായി വരുന്നത്. എന്നാൽ ആ പാപികളെ ദൈവം നേർവഴി കാണിക്കുന്നു. എങ്ങനെ കാണിക്കുന്നു? ആമേ, പാപികളെ നേർവഴി കാണിക്കുവാനാണ് വചനത്തിൽ നാം കാണുന്ന ഏറ്റവും മഹത്തായ അത്ഭുതം നടന്നത്. ഹല്ലേലൂയ. പിതാവായ ദൈവം ഹല്ലേലൂയ തന്റെ പുത്രനായ യേശുവിനെ ഈ താണലോകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായി തീർന്നു. മാനവരാശിയുടെ പാപം മുഴുവനും തന്റെ തോളിൽ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ ആ കാൽവറിയിൽ ഹല്ലേലൂയ മാനവജാതിയുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ആ കാൽവറിയിൽ അവൻ യാഗമായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഒരു പാപി ഹല്ലേലൂയ ആ കാൽവറിയിലേക്ക് നോക്കിയാൽ, ആ കർത്താവിന്റെ കാൽവറി മരണത്തെ അംഗീകരിച്ചാൽ ആ വഴി കർത്താവ് കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, കർത്താവ് ആ വഴിയായി തീരുകയാണ് ചെയ്തത്. ആ കാൽവറിയിൽ ഹല്ലേലൂയ വഴി, എവിടെയുള്ള വഴി? ആ നിത്യജീവനിലേക്കുള്ള, ആ പിതാവിലേക്കുള്ള ആ വഴി കർത്താവ് നമുക്ക് ആയിത്തീരുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഈ പകൽക്കാലം, ഈ രാവിലെ കാലം ഹല്ലേലൂയ നമ്മുടെ ഇന്ത്യ ഈ സ്വാതന്ത്ര്യ ഹല്ലേലൂയ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം വരുത്തിയ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം, പിശാചിന്റെ അധീനതയിൽ നിന്ന്, മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ നിന്നും ഹല്ലേലൂയ നമ്മളെ വിലക്കി വാങ്ങി നമ്മൾക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തി തന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ പകൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
ആ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയുമായി ഇന്നലത്തേക്കാൾ ഇന്നൊരു ദിവസം കൂടെ നമ്മുടെ പ്രിയന്റെ നാടിനോട് നമ്മൾ അടുത്തു. ഹല്ലേലൂയ, നമ്മളുടെ നിത്യതയോട് നമ്മൾ അടുത്തു. നമ്മുടെ ആയുസ് ഒരു ദിവസം കൂടെ കുറഞ്ഞു. ഹല്ലേലൂയ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. അപ്പോൾ തന്നെ ആ നാളുകളെ ഹല്ലേലൂയ നമ്മൾ എണ്ണുമ്പോൾ ആ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ആമേ, നിന്റെ പാതയിൽ എന്നെ നടത്തണമേ. നിന്റെ സത്യത്തിൽ എന്നെ പഠിപ്പിക്കണമേ. ആമേ, നിന്റെ സത്യത്തിൽ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകം എന്തുമാകട്ടെ, ചുറ്റുപാട് എന്തുമാകട്ടെ, ഹല്ലേലൂയ, കൂടപ്പിറപ്പുകൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ, എന്തും ചെയ്യട്ടെ, ഹല്ലേലൂയ, എന്നാൽ നമ്മൾക്ക് വേണ്ടി കാൽവറിയില് ഹല്ലേലൂയ വഴിയായി തീർന്ന, ജീവനായി തീർന്ന, ആ സത്യമായി തീർന്ന ആ കർത്താവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും അവന്റെ വഴികളെ പ്രമാണിച്ചുകൊണ്ട് അവന്റെ സത്യത്തിൽ നടന്നുകൊണ്ട് ഹല്ലേലൂയ സിസ്റ്ററെ ക്യാമറ ഓഫ് ചെയ്തേര്, ക്യാമറ ഓഫ് ചെയ്തേര്, ഡേറ്റ കുറവാണ്. അവസാനിപ്പിക്കുന്നവരോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ കേട്ടത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ദൈവമേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ, ഞാൻ പോകേണ്ടുന്നതായ ഒരു പാത എനിക്ക് കാണിച്ചു തരണമേ. രണ്ടാമതായിട്ട് വരുന്ന പാത കാണിച്ചാൽ മാത്രം പോരാ, അതായത് ദൈവഹിതം. ദൈവഹിതം എന്താണെന്ന് എന്നെ അറിയിക്കുക. രണ്ടാമത് പറയുന്ന ആ ദൈവഹിതത്തിൽ നിലനിൽക്കുന്നതിന്, ആ ദൈവഹിതത്തിൽ ജീവിക്കുന്നതിന് എന്നെ സഹായിക്കണമേ. കർത്താവിൻ്റെ സഹായമില്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ദൈവഹിതം ഒന്നും ചെയ്യാൻ നമുക്ക് ഒക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹിതം പറഞ്ഞിട്ട് കർത്താവെ അത് ചെയ്യണേ, അത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ, അത് നീ എനിക്ക് ചെയ്തു തരണേ എന്നാ നമ്മുടെ പ്രാർത്ഥന. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ പ്രാർത്ഥനകൾ മിക്കവാറും അതാണ്. ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അകത്ത് നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ എന്നാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് സുഖമായിട്ടിരിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കർത്താവെ അത് തരണേ എന്ന്, എൻ്റെ ഹിതം തരണേ, എൻ്റെ ഹിതത്തിൽ നീ വരണേ എന്നൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നീട് മൂന്നാമത് കർത്താവിൻ്റെ ദാസ് പറഞ്ഞ ആ സത്യത്തിൽ നടക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ആ സത്യത്തിലേക്ക് എന്നെ വഴി നടത്തണമേ എന്നാണ് എന്നുള്ളൊരു പ്രാർത്ഥനയാണല്ലോ. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലെ മുനിവരന്മാർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലേക്ക് നടത്തണമേ, അമൃതോമ മൃത്യോർമ അമൃതംഗമയ, മരണത്തിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിക്കണമേ, തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ഇത് കർത്താവ് പറഞ്ഞതായിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ജീവനിലേക്ക് നയിക്കുക, സത്യത്തിലേക്ക് നയിക്കുക. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ദാസി പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ദുരുപദേശങ്ങൾ ഇന്ന് ധാരാളം ദുരുപദേശങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചർച്ചില് നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് ബെരോവയിൽ പ്രസംഗിച്ചപ്പോൾ ബെരോവയിലെ വിശ്വാസികൾ ആ തിരുവചനം എടുത്ത് വായിച്ചിട്ട് ഈ പൗലോസ് പറയുന്നത് അത് തന്നെയാണോ, ഈ തിരുവചനത്തിന് അനുസരണം ആരാ പറയുന്നത്? പൗലോസാണ് പറയുന്നത്. അത് പൗലോസ് പറയുന്നത് പോലും തിരുവചനത്തിന് അനുസരണമാണോ എന്നൊക്കെ അവർ സൂക്ഷിച്ചു നോക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ആ ബെരോവയിലെ വിശ്വാസികളെ പോലെ എങ്കിലും ആയിത്തീരാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള തിരുവചനവും ഇന്ന് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ തിരുവചനത്തിന് അനുസരണമാണോ എന്നൊന്ന് ശോധന ചെയ്യുന്നതിന് ഒത്തിരി ആഴമായിട്ടുള്ള വലിയ ജ്ഞാനമൊന്നും ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ അതിനൊന്നും ശ്രമിക്കുന്നില്ല. അവർക്ക് അവരുടെ ചെവികൾക്ക് ഇമ്പമായിട്ടുള്ള, അവരുടെ മനസ്സിന് ഇമ്പമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നതാണ്
ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തിരുവചനം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അത് അനുസരിച്ച് ജീവിക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാർ ആഹാരമായിട്ടൊക്കെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം എനിക്കുണ്ട്. അവർ വിചാരിച്ചു വേറെ ആരെങ്കിലും ആഹാരം കൊണ്ട് കൊടുത്തു കാണുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എന്താണ്? എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അതുകൊണ്ട് ആ വഴിയിലൂടെ നടക്കുന്നതാണ് എൻ്റെ ആഹാരം എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പ്രിയമുള്ളവർ, അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസ്യം വളരെ ശക്തമായിട്ടുള്ള ഒരു തിരുവചനമാണല്ലോ ഇന്ന് സംസാരിച്ചത്. ധാരാളമായിട്ട് ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ ദാസിയെ ദൈവനാമത്വത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തുടർന്ന് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശക്തിയോടുകൂടെ കർത്താവിൻ്റെ വഴിയിൽ നിലനിൽക്കുന്നതിന് കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവ് സഹായിക്കട്ടെ. ഷിക്കാഗോ പ്രയലിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ഈ ലൈനിലെ തിരുവചനം സംസാരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണല്ലോ. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.